ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാർ ദേശീയപാത ഉദ്ഘാടനം ചെയ്തതിന് സമാന്തരമായി തലപ്പാടി ചെങ്കള ദേശീയപാതയിൽ ബദൽ ഉദ്ഘാടനവുമായി LDF അതിന്റെ ദൃശ്യങ്ങളിലേക്ക്. മാസങ്ങൾ പിന്നിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കാലയളവിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക്, പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റ് മുൻകൈയെടുത്ത് ഇത് ഉദ്ഘാടനം ചെയ്യാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാമായിരുന്നു. അതൊന്നും ചെയ്യാതെ ഇന്ന് പ്രധാനമന്ത്രി വളരെ ഏകപക്ഷീയമായി കേരളത്തിലെ നാഷണൽ ഹൈവേയുടെ പൂർത്തീകരിച്ച ഭാഗം, അതിൽ പ്രത്യേകിച്ച് ഒന്നാമത്തെ റീച്ച് തലപ്പാടി ചെർക്കള റീച്ച് ഉദ്ഘാടനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇന്നാണ് പ്രഖ്യാപിക്കുന്നത്, ഇന്നാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൽ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ബോധപൂർവ്വം ഒഴിവാക്കി. ഈ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 10 കൊല്ലക്കാലമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് എത്ര കഠിനമായ പരിശ്രമമാണ് നടത്തിയത്. ഭൂമി ഏറ്റെടുപ്പ് പ്രക്രിയ അത്ര അനായാസമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി ഉപേക്ഷിച്ച് ഇവിടെ നാഷണൽ ഹൈവേ വേണ്ട എന്ന് പറഞ്ഞ് ഓഫീസ് പൂട്ടിപ്പോയി? കേരളത്തിൽ നടക്കില്ല, അതുകൊണ്ട് നാഷണൽ ഹൈവേ ഇനി കേരളത്തിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അടച്ചുപൂട്ടിപ്പോയവരിൽ NHAI. അതിനെ 2016 അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ ആദ്യം എടുത്തത് നാഷണൽ ഹൈവേ എന്ത് വില കൊടുത്ത് നടപ്പിലാക്കുമെന്നല്ലേ. അതിനുവേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ പൊന്നിൻ വില കൊടുത്തു, മാർക്കറ്റ് വിലയുടെ 4 ഇരട്ടി. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു ഈ പണം കൊടുത്ത് കേരളത്തിൽ ഭൂമി എടുക്കാൻ ഞങ്ങളില്ല. അപ്പൊ സംസ്ഥാനം വീണ്ടും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ കണ്ട് ചർച്ച നടത്തി, പ്രധാനമന്ത്രിയെ കണ്ട് ചർച്ച നടത്തി. ഞങ്ങളും ഇതിന്റെ വിഹിതമെടുക്കാം. 25% പണം സംസ്ഥാന സർക്കാർ നൽകിയതിനു ശേഷമാണ് ഭൂമി ഏറ്റെടുപ്പ് പ്രക്രിയ ആരംഭിച്ചത്. 25% എന്ന് പറഞ്ഞാൽ 6000 കോടി രൂപ. 6000 കോടി രൂപ സംസ്ഥാന സർക്കാർ കിഫ്ബിയിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി കൈമാറിയതിനു ശേഷമാണ് ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ആരംഭിച്ചത്. ഇന്ത്യയിലെ ഒരു നാഷണൽ ഹൈവേക്കും സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ പണം നൽകിയിട്ടില്ല. അത്ര കണ്ട് ഇടപെട്ട് മാസാമാസം റിവ്യൂ ചെയ്ത് മുഖ്യമന്ത്രി നേരിട്ട് ഓരോ തടസ്സങ്ങളും നീക്കി, പ്രതിബന്ധങ്ങളുള്ള സ്ഥലങ്ങളിലെല്ലാം നേരിട്ട് ഇടപെട്ടു. എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് ഈ കേരളത്തിൽ നാഷണൽ ഹൈവേ ഒന്നാമത്തെ റീച്ച് പൂർത്തീകരിച്ചു. ബാക്കിയെല്ലാ പല റീച്ചുകളും പൂർത്തീകരിച്ചു. ചില സ്ഥലങ്ങളിൽ അല്പം ബാക്കിയുണ്ട്, അതിപ്പോ പൂർത്തീകരിക്കാൻ പോകുന്നു. പക്ഷെ ഒരു മര്യാദ വേണ്ടേ കേന്ദ്ര ഗവൺമെന്റിന്? പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു പരിപാടി ആവിഷ്കരിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിനെ അറിയിക്കണ്ടേ? അഥവാ അറിയിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിനെയും കൂടി വിശ്വാസം എടുക്കണ്ടേ? കാസർഗോഡ് നിന്ന് ഷഫീഖ്, എന്താണ് CH കുഞ്ഞമ്പു പറയുന്നത്? കാസർഗോഡ് ഉള്ള തലപ്പാടി ചെർക്കള ദേശീയപാതയുടെ ഒന്നാമത്തെ റീച്ചിന്റെ പണി പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ട്. ഈ ഒന്നാം റീച്ചിന്റെ ഉദ്ഘാടനം ഇന്ന് പ്രധാനമന്ത്രി ഓൺലൈൻ വഴി നടത്തുകയാണ്. ഈ പ്രധാനമന്ത്രി നടത്തുന്ന പരിപാടി, ഈ റീച്ചിന്റെ ഉദ്ഘാടനത്തിൽ മന്ത്രിയെയോ സ്ഥലത്തെ MLA-മാരെയോ പരിഗണിക്കാത്തതിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ CH കുഞ്ഞമ്പു MLA-യുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. കാസർഗോഡ് നുള്ളിപ്പാടിയിലാണ് അങ്ങനെ ജനങ്ങളുടെ നേതൃത്വത്തിൽ ഈ റോഡ്, ഒന്നാമത്തെ റീച്ചിന്റെ പണി പൂർത്തിയായ ദേശീയപാതയിലെ റോഡ് തുറന്നു കൊടുക്കുന്നത്. പ്രധാനമന്ത്രി ഇന്നത് ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്യും എന്നാണ് അറിയിച്ചിരുന്നത്. ഇതിൽ സംസ്ഥാനത്തെ മന്ത്രിയെയോ അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഇവിടെയുള്ള ജനപ്രതിനിധികളെ വിവരം അറിയിക്കാതെയും അവരെ പങ്കെടുപ്പിക്കാതെയുമാണ് ഈ ഉദ്ഘാടനം എന്നതാണ് പ്രധാനമായ ആരോപണം. ഈ സ്ഥലം ഏറ്റെടുത്തത് സംസ്ഥാന സർക്കാരാണ്. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് ഇവിടെയുള്ള ജനപ്രതിനിധികളാണ്. ഇവരെ ഒരു തരത്തിലും സഹകരിപ്പിക്കാതെ പ്രധാനമന്ത്രി നേരിട്ട് ഈ പരിപാടി ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്യുന്നതിനുള്ള പ്രതിഷേധം ഇപ്പോൾ CH കുഞ്ഞമ്പു MLA-യുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നുള്ളിപ്പാടിയിൽ പുരോഗമിക്കുകയാണ്. നേരത്തെ തന്നെ ഈ ഒന്നാമത്തെ റീച്ചിന്റെ നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയായിരുന്നു. ഈ പൂർത്തിയായ ഒന്നാം റീച്ച് അത് കാസർഗോഡ് തലപ്പാടി മുതൽ ചെർക്കള വരെയുള്ളതാണ്. ഈ തലപ്പാടി മുതൽ ചെർക്കള വരെയുള്ള ഒന്നാം റീച്ചിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നിർവഹിക്കുന്നത്. പ്രധാനമന്ത്രി നിർവഹിക്കുന്ന ഈ ചടങ്ങിൽ സംസ്ഥാന മന്ത്രിമാരെയോ സ്ഥലത്തെ MP MLA-മാരെയോ ഉൾപ്പെടുത്തിയിട്ടില്ല. അത്തരം ജനപ്രതിനിധികളെ ഒഴിവാക്കി നടത്തിയ പരിപാടിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്.